പരാതികൾ വന്നത് വെറുതെയല്ല, മുൻ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് 2006 ഉള്ള ഭാരവാഹികൾക്ക് ഒരുപക്ഷെ പറ്റിയൊരു അബദ്ധമായിരിക്കാം. അതിനെക്കുറിച്ച് നമ്മളിപ്പോ പറയുന്ന അതിൽ മൺമറഞ്ഞു പോയ ആൾക്കാർ വരെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നസെന്റ് ഏട്ടൻ പ്രസിഡന്റാണ്, അക്കാലത്ത് അദ്ദേഹം മരിച്ചുപോയതാണ്. അപ്പം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ചിലപ്പം എന്തുകൊണ്ടോ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനെ നമ്മൾ വില കുറച്ച് കാണുന്നതല്ല, അന്ന് പറ്റിയൊരു അബദ്ധമാണത്. അതുപോലെ തന്നെ പവർ ഗ്രൂപ്പിനെയും ലഘൂകരിക്കുകയാണ് അമ്മ. പവർ ഗ്രൂപ്പ് എന്ന കാര്യം ഹേമ കമ്മിറ്റി പലയിടങ്ങളിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നടന്മാർ, സംവിധായകർ, മറ്റുള്ള ടെക്നീഷ്യൻസ് ഇവയെല്ലാവരും ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. 10 മുതൽ 15 വരെ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനവും പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റി തന്നെ കണ്ടെത്തുമ്പോൾ അമ്മ പോലുള്ള സംഘടനകൾ എന്തുകൊണ്ട് ഇക്കാര്യം അറിയുന്നില്ല? ശ്രീ ജയൻ ചേർത്തല, ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു. അല്ല, സത്യത്തില് ഇപ്പൊ മഞ്ജുഷ് പറയുമ്പോൾ ഞാൻ ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല മഞ്ജുഷ്. ഇത് സത്യമാണ്, ഉള്ള കാര്യം തുറന്നു പറയാണ്. നമ്മൾ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെന്നേ സിനിമാ മേഖലയ്ക്കകത്തും അമ്മയ്ക്കകത്തും ഉള്ള ഭയങ്കര ഫ്രണ്ട്ഷിപ്പോടുകൂടി നല്ല രസമായിട്ട് നമ്മൾ ഈ ഹയറാർക്കികളൊന്നും ചിന്തിക്കാതെ. ചിലപ്പോൾ സൂപ്പർ സ്റ്റാറുകളൊക്കെ ചിലപ്പം അവരോട് നമ്മൾക്കൊരു നമ്മൾ തമാശകൾ ഓവറായിട്ട് പറയില്ലായിരിക്കും. പക്ഷെ അല്ലാത്ത നമ്മുടെ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര തമാശകളും പറഞ്ഞ് നമ്മൾ അവരോട്, ഇപ്പൊ ലാലേട്ടനായാൽ പോലും മമ്മൂക്കയും ചിരിയും തമാശയുമായിട്ടൊക്കെ നിൽക്കും. ആരും അങ്ങനെ അകന്ന് നിൽക്കിയോ ഒരു ഹൈപ്പോർ കമ്മിറ്റിയോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ലാലേട്ടനൊക്കെ നമ്മുടെ കൂടെ തമാശകൾ പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. മമ്മൂക്കയായാലും അതെ. വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് മയപ്പെട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞാൽ പുള്ളിയും ഭയങ്കര കമ്പനി. അപ്പൊ നമ്മള് കാണുന്ന പുറത്തും നോക്കുന്ന ഒരാളെ നോക്കുമ്പോൾ കുറെ ഒരേപോലത്തെ ആൾക്കാർ അങ്ങനെ തോന്നുള്ളൂ. അല്ലാതെ അതിനകത്തൊരു ഏറ്റക്കുറച്ചിലൊന്നും ഇവരുടെ ഒന്നും പെരുമാറ്റത്തിലൊന്നും എനിക്കൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് കള്ളം പറയുന്നതല്ല, ഇതൊരു സത്യമാണ്. ആരും അങ്ങനെ. പക്ഷെ ഇതേ രസം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ശ്രീ ജയൻ ചേർത്തല. ഇതേ ഗ്രൂപ്പ് തന്നെ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു. സംവിധായകൻ വിനയൻ തന്നെ അല്പം മുമ്പും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയി അനുകൂല വിധി നേടിയപ്പോഴൊക്കെ സിനിമയെ നിയന്ത്രിക്കുന്നവരെ കുറിച്ചുള്ള പരാമർശം ആ വിധിയിലും ഉണ്ടായിരുന്നു. അതേ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിലും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പേര് മാറ്റി വിളിച്ചാലും പ്രമുഖരുടെ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോഴും. അതിനെ പവർ ഗ്രൂപ്പെന്നോ മറ്റോ മാഫിയ സംഘമെന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം. പക്ഷെ നമ്മുടെ അറിവ് വെച്ചിട്ടല്ലേ നമുക്ക് ഇതുപോലൊരു ചാനലിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്റെ അറിവിൽ സത്യത്തിൽ ഇല്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഇവിടെ ഇടപഴകുമ്പോഴായാലും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെന്ന്. പക്ഷെ വിനയൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം ചാനലിൽ പറയുന്നത് ഞാൻ കണ്ടു. ചിലപ്പം അദ്ദേഹത്തിന്റെ അനുഭവം ആയിരിക്കാം. എന്തായാലും നമുക്ക് അറിവുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം എന്റെ അറിവിലില്ല, അതാണ് സത്യം. പക്ഷെ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ പേരുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേസെടുക്കാതിരിക്കാൻ ഇത് സർക്കാരിന് ന്യായീകരണവും ആകുന്നുണ്ട്. പക്ഷെ ഈ പേരുകൾ പുറത്തു വരുന്നതല്ലേ നല്ലത്? ഈ ആരോപണ വിധേയരായവരുടെ എല്ലാവരെയും സംശയത്തിലാക്കുന്നതിനേക്കാൾ നിങ്ങൾക്കും അത് തന്നെയല്ലേ നല്ലത്? അല്ല, ഇതിപ്പം മഞ്ജുഷിനും അറിയാവുന്ന പോലെ ഇതൊരു കമ്മിറ്റിയാണ്, ഹേമ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി ഈ സിനിമാ ഫീൽഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു അവബോധം സർക്കാരിന് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്. ഇതിനകത്ത് കുറെ കുഴപ്പങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ടതായിട്ടുണ്ടല്ലോ നാച്ചുറലി. കാരണം തെളിവുകളും മൊഴികളും എല്ലാം കമ്മിറ്റികളുടെ മുമ്പിൽ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അതിന് പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടത്തി അതിന്റെ തെളിവുകൾ ഹാജരാക്കി അതിൽ കുറ്റക്കാരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതിനൊട്ടും വൈകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എത്രയും പെട്ടെന്ന് അതിനുള്ള ഈ അന്വേഷണ ഏജൻസിയെ നിയോഗിക്കുകയും അവർ അന്വേഷണം നടത്തുകയും ഇല്ലെങ്കിൽ എന്ത് പറ്റും എന്നറിയാം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. എന്റെ മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കില്ലേ, നിന്റെ അച്ഛന്റെ കൂട്ടുകാരും നിന്റെ അച്ഛനും ഒക്കെ കുഴപ്പക്കാരാണോ എന്ന് ചോദിക്കില്ലേ? നമ്മളും സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരല്ലേ. നമ്മൾ തെറ്റുകൾ ചെയ്യാതെ മാന്യമായിട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ആരൊക്കെയോ 1-2 പേരോ അല്ലെങ്കിൽ എത്രയോ പേരാവട്ടെ അവർ ചെയ്ത തെറ്റിന്റെ പാപഭാരം ചുമക്കേണ്ടി വരുന്നത് വലിയ കഷ്ടമല്ലേ ഞങ്ങൾക്ക്? അതുകൊണ്ട് ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അന്വേഷണം നടക്കട്ടെ. എത്രയും പെട്ടെന്ന് ഈ അന്വേഷണത്തിലൂടെ തെറ്റുകാരനെ കണ്ടെത്തട്ടെ എന്ന് പറയുകയാണ്. താങ്കൾ കുറച്ചുകൂടി വ്യക്തമായി